പൂമണി കൊയ്തു വിധിക്കാൻ ഇടനെഞ്ചിൽ പാട്ടും പേരി പോണോരേ. ഒരു നേരം നിന്നെങ്കിൽ ഒരു നല്ല കഥ പറയാം. സ്നേഹിച്ച നല്ല പെണ്ണിന്റെ കളരിക്കുന്നൊരു കഥ പറയാം. പാടം കൊയ്യുന്ന നേരം കേൾക്കാനൊന്ന് കാതിൽ മൂളി. ഇഷ്ടമായി അന്നേനി കൊയ്ത്തുമാട്ട് ഇടയ്ക്കുള്ള ദൈവത്തിൻ പ്രാർത്ഥനയും ഏകാല തന്നെ രണ്ടാം വധുവാൻ അന്നേ അന്നവൻ പരിണയിച്ചു. വഴക്കിലി കളിയാക്കി പലരും ചൊല്ലി. നാണം കൊണ്ടാ പെണ്ണ് കൊടുക്കുമ്പോൾ ഏകാനതന്നൂടെ രണ്ടാം ഭാര്യയും കണ്ണയ്ക്ക് കുട്ടികൾ ജനിച്ചതില്ല. അവസരം പാത്ത് കണ്ണീനായും പുത്രനും അന്നായെ ചേർന്ന് കളിയാക്കി. ദൈവത്തെ ഇടിച്ചു കേണു അന്നാ തന്നാതനയും കേട്ടു. വിട്ടുവീണ പാടത്ത് ലോകം നിറഞ്ഞപ്പോൾ അന്നതനുള്ളിൽ ജീവൻ തുടിക്കേ. ശീതക്കാറ്റാഞ്ഞു വീശി മാനം തെളിഞ്ഞപ്പോൾ ഭവനത്തിൽ നിന്നൊരു കുഞ്ഞിന്റെ തേകൽ. പൗർണമി ചേരിയൊരു ആൺകുഞ്ഞ് മുഖത്തോ ദൈവത്തിൻ ചൈതന്യം ഒഴുകുന്നു. കുഞ്ഞിന്റെ തേര് കണ്ട് പ്രായി നാട്ടുകാർ പലരും ദൈവത്തെ സ്തുതിച്ചിരുന്നു. അന്നക്കെങ്ങനെ തേജസ്വിയായ ഒരു ആൺകുഞ്ഞ് കൂട്ടത്തിൽ പുരോഹിതൻ തേടി ചൊല്ലി ദൈവത്തിൻ അനുഗ്രഹം തന്നെ. ഏകാനും കുടുംബം ബലി നൽകാൻ പോകുമ്പോൾ അന്നായ കുഞ്ഞിനെ വിളിച്ചിരുന്നു. ഇന്നു നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി പോകും. ഇത് ദൈവത്തിൻ ദാനമല്ലേ. നെഞ്ചു തുടിക്കുന്ന വാക്കാരാണെന്ന് ഉറക്കെ ചൊല്ലി പൈതലല്ലേ ദൈവത്തെ ഉളക്കുടി മാറട്ടെ പിച്ച നടക്കാനായിരട്ടെ. അന്നത്തെ പാട്ടും കേട്ട് ഒരു സംശയം കാതുവേനെ ദൈവത്തിനായി സമർപ്പിക്കാനായി ഏകരല്ലേ പ്രാർത്ഥനയാ ദൈവം തന്നതല്ലേ. ഭക്തയാം കണ്ണ ഭർത്താവിനോട് ചൊല്ലി വരുന്ന നാളിൽ കർത്താവിൻ സന്നിധി സാമുവേലിനെ സമർപ്പിച്ചിടാം. കൊയ്ത്തും പാട്ടും മേളം ഉയർന്നു ഓണം പാടങ്ങൾക്കിടയിലൂടെ മാറിയ പിച്ച നടക്കുന്ന കുഞ്ഞിനെ സമർപ്പിച്ച ശിരോയിലെ കോടവേ അന്നയവൻ തരിച്ചു നിന്നു. ഇത്രയും നാൾ താരാട്ടി വളർത്തി മകനെ പിരിയുവാനാകാൻ അവൾ തൻ മനം പിടഞ്ഞു. നെഞ്ചകം തകർന്നമ്മ നിലത്തിരുന്നു. പൈതലനെഞ്ചോട് ചേർത്തു ചൊല്ലി നേർച്ചകൾ നേർന്നപ്പോൾ ലഭിച്ചതല്ലേ യഹോവയ്ക്കായി എന്നെ സമർപ്പിച്ചുവോ. വർഷങ്ങൾ മൂന്നായി പ്രാർത്ഥിച്ചു കിട്ടി ദൈവത്തെ